തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിലും ഇറ്റലിയിലുമായി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ പാന്റലിയോണിന്റെ തിരുശേഷിപ്പിൽ നിന്ന് ഒരേ സമയം തിരുരക്തമൊഴുകുന്നു. എല്ലാ വർഷവും ജൂലൈ 27-നാണ് ഈ അത്ഭുതം നടക്കുന്നത്. ആദ്യത്തെ തിരുശേഷിപ്പ് 17-ാം നൂറ്റാണ്ട് മുതൽ മൊണാസ്ട്രി ഓഫ് കാർണേഷൻ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. രണ്ടാമത്തേത് സെലർനോയുടെ പടിഞ്ഞാറുള്ള പട്ടണമായ റവല്ലോയിലെ കത്തീഡ്രലിലുമാണ്. രണ്ടു സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരുന്ന രണ്ടു തിരുശേഷിപ്പിൽ നിന്ന് പ്രതിവർഷം ഒരേ സമയം ഒഴുകുന്ന തിരുരക്തം ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. റവല്ലോയിലെ തിരുശേഷിപ്പിൽ നിന്ന് പോൾ 5-ാമൻ മാർപ്പാപ്പ ഒരു ചെറിയ ഭാഗം മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ആ തിരുശേഷിപ്പിന്റെ ഭാഗം മൊണാസ്ട്രി ഓഫ് ദി കാർണേഷനിലേക്ക് നൽകുകയായിരുന്നു. അവിടെ തന്നെയാണ് വിശുദ്ധ പാന്റലിയോണിന്റെ അസ്ഥിയും സൂക്ഷിച്ചിരിക്കുന്നത്. 1724-നും 1730-നും ഇടയിലായി വൈദ്യശാസ്ത്ര സഹായത്തോടെ 13 ഡോക്ടർമാർ അടങ്ങുന്ന സംഘം തിരുരക്തം വിശുദ്ധ പാന്റലിയോണിന്റേതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് ഈ തിരുരക്തത്തിന്റെ നിറം മാറുന്നതായി ഫാദർ മാർട്ടിൻ അബാദ് ശ്രദ്ധിക്കുകയും പിന്നീട് മേലധികാരികളെ വിവരമറിയിക്കുകയും ചെയ്തു. 4 നൂറ്റാണ്ടിലേറെയായി പ്രതിവർഷം ആവർത്തിക്കുന്ന ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനും പ്രാർത്ഥിക്കാനുമായി വിശ്വാസികൾക്ക് കഴിയുന്ന തരത്തിൽ മാൻഡ്രിഡിലെ റോയൽ മൊണാസ്ട്രി ഓഫ് ഇൻകാർണേഷൻ ദേവാലയം വിശുദ്ധ പാന്റലിയോണിന്റെ തിരുനാളിനായി തലേന്ന് ജനങ്ങൾക്കായി തുറക്കുന്നു. രാവിലെ 8 മുതൽ 2 വരെ എന്ന സമയക്രമത്തിൽ ജൂലൈ 27-ന് തിരുശേഷിപ്പ് വണങ്ങാനും സാധിക്കും.